പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം. കുട്ടികളുടെ പരിപോഷണത്തിൽ മാതാപിതാക്കൾക്കുള്ള സ്ഥാനം ശ്രദ്ധേയമാണ്. നമ്മുടെ അമ്മമാർ കാരുണ്യമാണ്. അവർ നമ്മെ ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം പിതാക്കന്മാർ നമ്മെ ഉപദേശിക്കുകയും ആധ്യാത്മിക തലത്തിലും ധാർമ്മിക തലത്തിലും അവർ നമ്മെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ ഒരു കൊച്ചു വീട്ടിൽ ഒരു അമ്മയും മകനും ഉണ്ടായിരുന്നു. ഒരു ദിവസം അമ്മയോട് ചോദിച്ച മകൻ കളിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ കളിക്കാൻ പോയതിനു ശേഷം അവൻ മടങ്ങി വരുന്നത് ഒരു മരത്തിൽ കയറി 2 മുട്ട എടുത്തുകൊണ്ടാണ്. അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ എനിക്കിത് പൊരിച്ചു തരണം. അമ്മ അവനോട് ചോദിച്ചു, എടാ മകനെ, ഈ മുട്ട എടുത്ത സമയത്ത് തള്ളക്കിളി എന്തെങ്കിലും പറഞ്ഞിരുന്നു? അവൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല, പക്ഷെ കിളി എനിക്ക് ചുറ്റും വട്ടമിട്ട് പറഞ്ഞിരുന്നു. ആ അമ്മ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇത് കൊണ്ട് മടക്കി വെക്കണം. എന്നിട്ട് അമ്മ പറഞ്ഞു, ഈ തള്ളക്കിളി എന്താ പറഞ്ഞതെന്ന് നിനക്കറിയാമോ? തള്ളക്കിളി പറഞ്ഞത്, ഇത് എൻ്റെ മജ്ജയും മാംസവുമാണ്, എൻ്റെ ജീവനാണ്, എൻ്റെ ഭാവിയാണ്. അങ്ങനെ ആ കൊച്ചു പയ്യൻ മടങ്ങി വന്ന് അമ്മയുടെ അടുത്ത് ഊണ് കഴിക്കാനിരുന്നപ്പോൾ അമ്മ വേറൊരു മുട്ട അവന് പൊരിച്ചു കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ ജീവിതത്തിൽ ഉയരണമെങ്കിൽ ആരെയും വേദനിപ്പിക്കരുത്. പ്രത്യേകിച്ച് അവനോടത് പറഞ്ഞ സമയത്ത് അവനത് ചെവിക്കൊള്ളുകയാണ്. അഹിംസ എന്ന സിദ്ധാന്തം അവനെ പഠിപ്പിക്കുകയായിരുന്നു. ആ കുഞ്ഞ് ഇംഗ്ലണ്ടിൽ വളർന്നു വലുതായി. അദ്ദേഹം മഹാനായ CF ആൻഡ്രൂസ് ആയി തീർന്നു. CF ആൻഡ്രൂസിനെ നമുക്കറിയാം, ഭാരതത്തിലെ ക്രൈസ്തവ മിഷണറി പ്രസ്ഥാനത്തിന് ആദ്യ കാലഘട്ടങ്ങളിൽ നേതൃത്വം കൊടുത്ത മഹാനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഭാരതത്തിൽ വന്ന സമയത്ത് മഹാത്മാഗാന്ധിജിയുമായി ബന്ധപ്പെടുന്നതിനിടയായി. അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് കൂടെ നടന്ന് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ട എല്ലാ കൈത്താങ്ങലുകളും നൽകി. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പല ആളുകളെ വേദനിപ്പിക്കാറുണ്ട്, നമ്മെ പല ആളുകളും വേദനിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ അമ്മയുടെ വാക്ക് കേൾക്കും, നിനക്ക് ജീവിതത്തിൽ ഉയരണമെങ്കിൽ നീ ആരെയും വേദനിപ്പിക്കരുത്. നമുക്കറിയാം, ജീവിതത്തിൽ ഉയരണമെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദൈവം തമ്പുരാൻ നമ്മുടെ മഹത്വമാണ്, നമ്മുടെ കൃപയാണ്. ദൈവത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ഉയരാൻ കഴിയുന്നു. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അവൻ നമ്മുടെ തലകളെ ഉയർത്തുന്നവനാണ്. ദാവീദിന്റെ സങ്കീർത്തനം വേദനകളിൽ പ്രയാസങ്ങളിൽ ദാവീദ് പറയുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്, ദൈവം തമ്പുരാൻ നമ്മുടെ പരിചയമാണ്, അവൻ നമ്മുടെ തലകളെ ഉയർത്തും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരെയും വേദനിപ്പിക്കാൻ അവകാശമില്ല. മറ്റുള്ള ആളുകൾ നമ്മെ വേദനിപ്പിക്കുമ്പോൾ ദൈവത്തിലേക്ക് നമുക്ക് നോക്കാം. എന്നിട്ടോ നമ്മൾ ശക്തി സംഭരിച്ചിട്ട് അനേകരെ ഉയർത്തുവാനും അനേകർക്ക് മോറൽ ടീച്ചിങ് കൊടുക്കുവാനും അനേകർക്ക് ധാർമ്മികമായ പ്രമാണങ്ങൾ കൊടുക്കുവാനും അതിലൂടെ ദൈവത്തിലേക്ക് അനേകരെ ആകർഷിക്കുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാം ദൈവത്തിലേക്ക് നോക്കി ഉയരാം. മറ്റുള്ള ആളുകളെ വേദനിപ്പിക്കാതെ അഹിംസാ സിദ്ധാന്തം എന്ന വണ്ണം മറ്റുള്ള ആളുകളുടെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരുകയും ചെയ്യാം. അതിന് ദൈവം നമ്മെ എല്ലാം സഹായിക്കട്ടെ. നമസ്കാരം.